നാം ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടതുണ്ട്, ചിലതൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നല്ല ഒരു മരണം വരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇത്രയും നേരം പരിശുദ്ധ ഖുർആൻ വിവരിച്ചത് നാമൊക്കെ കാണുന്ന, നാമൊക്കെ കേൾക്കുന്ന, നാമൊക്കെ അറിയുന്ന ചില വസ്തുതകൾ വെച്ചിട്ടാണ്. മരണം അപ്രതീക്ഷിതമാണ്, മരണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അള്ളാഹു പറഞ്ഞത്. എന്നാൽ മനുഷ്യബുദ്ധിക്ക് അതീതമായ, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, മനുഷ്യന്റെ ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിച്ചറിയാൻ കഴിയാത്ത ചില വസ്തുതകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള മരണമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് തരത്തിലുള്ള മരണം. ഒന്നാമത്തെ മരണം എങ്ങനെയാണ്? ജീവിതത്തെ പാപഭംഗിലമാക്കിയ മനുഷ്യർ, തൗഹീദില്ലാത്ത മനുഷ്യർ, ബിദ്അത്തിൽ നടമാടിയ മനുഷ്യൻ, ജീവിതത്തിൽ എല്ലാ വേണ്ടാധീനങ്ങളും ചെയ്ത മനുഷ്യൻ, ഹറാമാണോ ഹലാലാണോ ഞാൻ തിന്നുന്നത്, എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടാൻ വ്യഗ്രത കാണിച്ച മനുഷ്യൻ, ജീവിതം മുഴുവൻ ആഖിറത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യം നേടിയ മനുഷ്യൻ, നാളെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നു. ആ രംഗങ്ങൾ അല്ലാഹു പറയാണ്, വലൗ തറാ ഇദ്ദാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. പ്രവാചകരെ, താങ്കൾ കാണുകയാണെങ്കിൽ വൃത്തികെട്ട മനുഷ്യന്മാരുടെ മരണത്തിന്റെ രംഗമെങ്ങാനും അങ്ങ് കാണുകയാണെങ്കിൽ നബിയെ, അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. ആ മലക്കുകളുടെ രൂപത്തെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, കറുത്തിരുണ്ട നിറമുള്ളവരാണവർ, പരുക്കൻ സ്വഭാവമുള്ളവരാണവർ, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരാണവർ. ഇത്തരത്തിലുള്ള മലക്കുകൾ ക്രൂരന്മാരായ, കിരാതന്മാരായ, വിരൂപികളായ, ദുർഗന്ധം വമിക്കുന്ന അള്ളാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ ചുറ്റിലും വന്നുകൊണ്ട് ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്, അദാബിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ആ മനുഷ്യന്റെ ചുറ്റിലും നിന്നുകൊണ്ട് ഈ മലക്കുകൾ പറയുകയാണ്, അഖ്രിജൂ അൻഫുസകും, എവിടെയാണ് നിന്റെ ആത്മാവ്? എവിടെയാണ് നശിച്ച നിന്റെ ആത്മാവ്? എവിടെയാണ് വൃത്തികെട്ട നിന്റെ ആത്മാവ്? ആ ആത്മാവിനെ നീ പുറത്തേക്ക് കൊണ്ടുവരിക. അതുമായി യാത്ര പോകാൻ വന്നവരാണ് ഞങ്ങൾ. മലക്കുകളുടെ ഈ വിളി കേൾക്കുമ്പോ റസൂലുള്ള പറയുന്നു, ആത്മാവതാ ശരീരത്തിന്റെ അകത്തേക്ക് ഉൾവലിയുകയാണ്. എന്നാൽ ഈ മലക്കുകൾ ആ ശരീരത്തിന്റെ അകത്തേക്ക് മുഴുകി പ്രവേശിച്ചുകൊണ്ട് അടിയും ഇടിയും പ്രഹരവുമായി ഈ ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. ഈ മനുഷ്യൻ എന്തെന്നില്ലാത്ത വേദനയുമായി പിടയുകയാണ്. തൊണ്ടക്കുഴി വരെ റൂഹ് പറിച്ചെടുക്കുമ്പോ അല്ലാഹു റൂഹിനാൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. എന്നിട്ട് ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹിനെ സ്വീകരിക്കുകയാണ്. ആ ശരീരത്തിൽ നിന്ന് റൂഹിനെ പറിച്ചെടുത്തുകൊണ്ട് ആകാശലോകത്തേക്ക് യാത്രയാകുകയാണ്. ആകാശലോകത്തേക്ക് യാത്രയാകുമ്പോ അവിടെയുള്ള മലക്കുകൾ ഈ അദാബിന്റെ മലക്കുകളോട് ചോദിക്കുകയാണ്, ഏത് വൃത്തികെട്ടവനാണിവൻ, ഏത് തോന്നിയവാസിയാണിവൻ, എന്തൊരു ഇവന്റെ ആഗതം എന്തൊരു ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോ അദാബിന്റെ മലക്കുകൾ പറയുകയാണ്, എന്നാൽ ഇന്ന മനുഷ്യനാണ് ഇസ്സത്തിന്റെ ഉടമയായിരുന്നു, പ്രതാപത്തിന്റെ ഉടമയായിരുന്നു, അന്തസ്സിന്റെ ഉടമയായിരുന്നു. ജീവിതത്തിൽ സത്യമുണ്ടായിട്ടില്ല, ജീവിതത്തിൽ ധർമ്മമുണ്ടായിട്ടില്ല, ജീവിതത്തിൽ നീതി ഉണ്ടായിട്ടില്ല. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അതുകൊണ്ട് ഇന്നേ ദിവസം ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ നിന്ദ്യമായ നീചമായ ശിക്ഷയുടെ കൂടാരത്തിലേക്കാണ്. ഇവൻ അഹങ്കാരിയായിരുന്നു, ആകാശത്തിലേക്ക് കടന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തിന്റെ വാതിൽ മുട്ടുന്ന സമയത്ത് ആകാശങ്ങളുടെ പവിത്രമായ വാതിലുകൾ അതാ കൊട്ടിയടക്കപ്പെടുകയാണ്. അവരെന്നൊരാൾ വിളിച്ചു പറയുകയാണ്, ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, ഈ വൃത്തികെട്ടവന്റെ ആത്മാവിനെ പരിപാവനമായ ആകാശലോകത്തേക്ക് പ്രവേശിപ്പിക്കില്ല, വലിച്ചെറിഞ്ഞുകൊള്ളുക. അങ്ങനെ ആ മനുഷ്യന്റെ ആത്മാവിനെ താഴേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ മൃതദേഹം കഫൻ പൊതിഞ്ഞുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് എടുക്കുകയാണ്. റസൂലുള്ള പറയുന്നു, ആ മൃതദേഹം ആരും കേൾക്കാത്ത സ്വരത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടാകും, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ടാകും, എവിടേക്കാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്?
കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ നിന്ന് എവിടേക്കാണ് എന്നെ നിങ്ങൾ ഇറക്കി കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങളുടെ സഞ്ചാരമെന്ന് ആ മൃതദേഹം ഉറക്കെ കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മനുഷ്യന്റെ മൃതദേഹത്തെ ഖബറിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിന്റെ ചുറ്റിലുമുള്ള കുടുംബക്കാരിൽ അവസാനത്തെ ആളും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഖബറിലേക്ക് 2 മലക്കുകൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകളുടെ രൂപം ഭീകരവും ഭയാനകവുമാണെന്ന് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ മലക്കുകൾ ഈ മനുഷ്യനോട് സംസാരിക്കുകയാണ്, ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ രക്ഷിതാവ്? ആരെയാണ് നീ ആരാധിച്ചത്? ആരോടാണ് നിന്റെ വേവലാതി പറഞ്ഞത്? ആരോടാണ് നിന്റെ വ്യസനങ്ങളും വ്യതകളും പറഞ്ഞതെന്ന് ആ മനുഷ്യരോട് ചോദിക്കുമ്പോ ആ മനുഷ്യനതാ മറുപടി പറയുകയാണ്, ഹാ ഹാ ലാ അദ്രി, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊന്നും അറിയില്ല. ജനങ്ങൾ ഇന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യമേതാണെന്ന് എനിക്കറിയില്ല, അസത്യമേതാണെന്ന് എനിക്കറിയില്ല. മലക്കുകൾ ആ മനുഷ്യനോട് പറയുകയാണ്, നീ നിന്റെ വലത് ഭാഗത്തേക്കൊന്ന് നോക്കണേ. ആ മനുഷ്യൻ വലത് ഭാഗത്തേക്ക് നോക്കുമ്പോ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ വലത് ഭാഗത്ത് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കപ്പെടുന്നതാണ്. ആ വാതിലൂടെ സുഗാഡംബരത്തിന്റെ ഭവനമായ സ്വർഗത്തിന്റെ രംഗങ്ങൾ, ആ സ്വർഗത്തിന്റെ അകത്ത് നിന്ന് അടിച്ചു വീശുന്ന പരിമളവും സംഗീതവും ഈ മനുഷ്യൻ ആസ്വദിക്കുകയാണ്. അത്ഭുതം കൂറുന്ന കണ്ണുകളുമായി മലക്കുകളുടെ മുഖത്തേക്ക് നോക്കുന്ന ഈ മനുഷ്യനോട് മലക്കുകൾ പറയുകയാണ്, ഇത് നിനക്ക് തിരിച്ചു പോകാനുള്ള സ്ഥലമല്ല, നിന്റെ മടക്ക് സ്ഥാനമല്ല. അവിടെ നിനക്കൊരു സ്ഥാനം അല്ലാഹു ഉണ്ടാക്കിയിരുന്നു. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനം കൊണ്ടത് നേടിയെടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. എവിടേക്കാണ് നിന്റെ മടങ്ങിപ്പോക്കെന്ന് നിനക്ക് കാണണോ? നീ നിന്റെ നീ നിന്റെ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കണേ. മലക്കുകളുടെ കൽപ്പന പ്രകാരം ഈ മനുഷ്യൻ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ യഥാ മറ്റൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. ആ വാതിൽ ഭീകരമായ നരകത്തിന്റെ പാതാളത്തിലേക്കുള്ള വാതിലാണ്. ഭീകരവും ഭയാനകവുമായ നരകത്തിനകത്ത് നിന്നുള്ള ദീനരോധനങ്ങളാണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത്. നരകത്തിനകത്തുള്ള തീക്കുണ്ടാരങ്ങളാണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത്. നരകത്തിനകത്തുള്ള കരച്ചിലുകളും പൊട്ടിക്കരച്ചിലുകളുമാണ് ആ വാതിലിലൂടെ പുറത്തേക്ക് വരുന്നത്. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകളാണ് ആ വാതിലിലൂടെ വരാൻ പോകുന്ന നരകത്തെക്കുറിച്ച് ഈ മനുഷ്യൻ കാണുന്നത്. ഈ മനുഷ്യൻ പേടിച്ച് വിറച്ചുകൊണ്ട് ഭയചകിതനായി മലക്കുകളോട് ചോദിക്കുകയാണ്, എന്താണിത്? എവിടെയാണിത്? മലക്കുകൾ പറയുകയാണ്, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ നിനക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലമാണ്, നിന്റെ തിരിച്ചുപോക്കിനുള്ള സ്ഥലമാണിത്, നിന്റെ പ്രവർത്തനത്തിന്റെ പര്യവസാനമാണിത്, നിന്റെ പ്രയത്നങ്ങളുടെ പരിസമാപ്തിയാണിതെന്ന് മലക്കുകൾ പറയുമ്പോ യാ വൈലതാ യാ ലൈതനി കുന്തു തുറാബാ, യാ ലൈതനി കുന്തു തുറാബാ, നാദാ ഞാനൊരു പിടി മണ്ണായിരുന്നെങ്കിൽ, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലതും മാറ്റിവെച്ചിരുന്നെങ്കിൽ. 24 മണിക്കൂറും ദുനിയാവിന് വേണ്ടി ഓടുന്ന സമയത്ത് ഒറ്റക്ക് കിടക്കുന്ന ഈ ഖബറിന് വേണ്ടി 1 മണിക്കൂർ ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ, ഖുർആൻ പഠിക്കാൻ അല്പം സമയമൊന്ന് ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്പം സമയം ഞാൻ മാറ്റിവെച്ചിരുന്നെങ്കിൽ, അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനങ്ങളിൽ അല്പം ഒരു ആത്മാർത്ഥത എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ ആ മലക്കുകളതാ യാത്ര പറയുകയാണ്. മലക്കുകൾ തിരിച്ചു പോകുന്നു. ഖബർ ഈ മനുഷ്യനെ ഇടുക്കിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാരിയല്ലുകൾ തമ്മിൽ കോർത്തിണങ്ങുമാർ ആ ഖബർ അയാളെ ഇടക്കുകയാണ്. ഖബറിലേക്ക് വല്ലാത്തൊരു ദുർഗന്ധം വരികയാണ്. ഒരു വൃത്തികെട്ട ദുർഗന്ധം ഖബറിലേക്ക് വരുന്നു. ഈ മനുഷ്യൻ കണ്ണു തുറന്നുകൊണ്ട് ആ ദുർഗന്ധം വരുന്ന സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ യഥാ വിരൂപിയായ പിശാചിന്റെ മുഖമുള്ളൊരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ ഖബറാളി ചോദിക്കുകയാണ്, ആരാണ് നീ? ആരാണ് നീ? എന്തിനാണ് നീ എന്റെ ഖബറിലേക്ക് വന്നത്? ഈ വിരൂപിയായ പിശാചിനെ പോലെയുള്ള മനുഷ്യൻ മറുപടി പറയുകയാണ്, അന അഅ്മാലുക സയ്യിആത്ത്, അന അഅ്മാലുക സയ്യിആത്ത്, ഞാൻ നിന്റെ ദോഷകർമ്മങ്ങളാണ്, ഞാൻ നിന്റെ പാപകർമ്മങ്ങളാണ്, നിന്റെ കളവ് പറച്ചിലുകളാണ്, നിന്റെ ചതിയാണ്, വഞ്ചനയാണ്, വ്യഭിചാരമാണ്, കള്ളുകുടിയാണ്, മതത്തരിന്നിക്കലാണ്, നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഞാൻ നിന്റെ കൂട്ടുകാരനാണ്,
ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് ആ ഖബറിൽ കടന്നു വന്ന പിശാചിന്റെ രൂപമുള്ള മനുഷ്യൻ പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ വീണ്ടും ആർത്തട്ടഹസിച്ച് കരയുകയാണ്. യാ ലൈതനീ കുന്തു തുറാബാ, യാ ലൈതനീ കുന്തു തുറാബാ, ഞാനൊരു പിടി മണ്ണായിരുന്നെങ്കിൽ റബ്ബേ, ഞാനൊരു പിടി മണ്ണായി നാമാവശേഷമായി പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു നാഥാ എന്ന് ഈ മനുഷ്യൻ ഖബറിൽ വെച്ച് പറയുകയാണ്. തിരുനെല്ല സഹോദരങ്ങളെ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ഖബറിൽ കിടന്ന് ഈ മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നാമത്തെ മരണമാണ്.